അല്ല സന്തോഷമല്ല, നിന്നല്ലോ. ഇതൊരു ഗെയിം ഷോ മാത്രമാണ്. അപ്പൊ ആ ഗെയിം ഷോയില് പിന്നെ 10-75 ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ പോയി എനിക്കറിയാം. അവിടെ ഒരു ദിവസം നിന്നല്ലേ പാട്. മൊബൈൽ ഫോൺ ഇതൊന്നുമില്ലാതെ ജീവിക്കാന്ന് പറയുമ്പോൾ അപ്പൊ 77 ദിവസം നിന്ന് ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ, അല്ലെങ്കിൽ 70 ദിവസം നിന്ന് ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മീഡിയയ്ക്കും, വ്യക്തിപരമായിട്ട് വോട്ടുകൾ ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. ഇറങ്ങി വിമർശനങ്ങളോട് വിമർശനങ്ങളോട് ഇപ്പൊ പ്രതികരിക്കാനൊന്നുമില്ല. അല്ല, എന്ത് വിമർശനമാണ്? ചേട്ടനെ വിളിച്ച് നമ്മള് ഒരാളുടെ വാക്ക് നമുക്കത് ഒരു കാര്യം ചേട്ടൻ ചോദിച്ചത് തന്നെയാണ്. അല്ല, അതായത് അല്ല, ഞാൻ പറഞ്ഞൊന്നുമല്ല. അഖിൽമാരാരുടെ സംസ്കാരം എന്താന്ന് അഖിൽമാരാർ എന്നെ വിളിച്ചിട്ട് മനസ്സിലാവും. അപ്പൊ ഓരോ ആളുകൾക്കും ഒരു സംസ്കാരം ഉണ്ടാവും. അവർ ആ രീതിയിലാണ് പ്രതികരിക്കുക. അത് അയാളുടെ രീതിയിൽ പ്രതികരിച്ചു. ഞാൻ എന്നെ വളർത്തിയ അപ്പനമ്മ എന്നെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട്. ഞാൻ ആ രീതിയിൽ പ്രതികരിച്ചു. അത്രേ ഉള്ളൂ. വേറെ കൂടുതൽ ഇപ്പൊ പറയുന്നില്ല. പിന്നെ അതാ. ഓക്കെ, താങ്ക് യു. ഓക്കെ. എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. കാരണം പറഞ്ഞു പോയത് തെറ്റായി പോയെന്ന് തിരിച്ചറിവുണ്ടാവുമ്പോ തെറി പറഞ്ഞത് സോറി അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഞാൻ തല്ലാൻ വേണ്ടിയല്ല വന്നത്. നിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് അതും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഈ വോയിസ് ഞാനും അല്ലേ പുറത്തുവിട്ടത്, ഇത് അഖിൽ തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത്. ഞാൻ എന്നെ തെറി വിളിച്ച വോയിസ് ഞാനല്ലേ. ഏറ്റവും രസം അതാണ്. എന്നിട്ട് അഖിലിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ആൾക്കാർ ഇവിടെ എന്തും വിളിച്ചു പറയാവുന്ന ഒരാള്, അയാളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാര്. കേരളം എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് എന്തായാലും കാണാം. മറ്റൊരവസരത്തിൽ ഇതിന് ശരി.